അഗ്രഹാരവീഥികളെ ഭക്തി നിർഭരമാക്കി കൊടുവായൂർ രഥോത്സവം ആഘോഷിച്ചു. കേരളപുരം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ രണ്ടാം തേരുത്സവം കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. വിശ്വാസികളുടെ ഹൃദയം തൊട്ടു നടന്ന ദേവരഥ പ്രയാണം ഭക്തി നിർഭരമായി. ഒന്നാം തേരു ദിവസം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിച്ച രഥ ഊർവലം പുതുതെരുവിലൂടെ ഗോകുലത്തെരുവിലെത്തി സമാപിച്ചു. ഇവിടെ നിന്നാണ് രണ്ടാം ദിനത്തിലെ ദേവരഥ പ്രയാണം ആരംഭിച്ചത്. ഗ്രാമത്തിന് ഇരുവശവും നിരന്നുനിന്ന ഭക്തരുടെ നടുവിലൂടെ രഥം ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചു. തമിഴിലെ ഓം എന്ന അക്ഷരവടിവിലൂടെ ഇവിടുത്തെ അഗ്രഹാരങ്ങളെ ചുറ്റി വിശാലാക്ഷി സമേത വിശ്വനാഥൻ സകുടുംബം നടത്തുന്ന രഥപ്രയാണം ഏറെ പ്രത്യേകതയുള്ളതും അപൂർവത നിറഞ്ഞതുമാണ്. 1600 മീറ്ററോളം ദൂരം രഥ ഊർവലം നടക്കുന്നതിനിടെ രഥങ്ങൾ നേർക്കുനേർ വരികയോ സഞ്ചരിച്ച വഴിയിലൂടെ തന്നെ വീണ്ടും സഞ്ചരിക്കുകയോ ചെയ്യുന്നില്ലെന്നതും കൊടുവായൂർ രഥോത്സവത്തിലെ ദേവരഥ പ്രയാണത്തിൻ്റെ പ്രത്യേകതയാണ്.